iPhone 70 ഇറങ്ങാൻ പോണ അതെ ഈ കാണുന്നതാണ് മിക്കതും iPhone 70. സോ iPhone 70യുടെ ലുക്ക് കാണാം. ഇങ്ങനെ ആവല്ലേ എന്ന് മാത്രം പ്രതീക്ഷിക്കുക. അതോ എനിക്ക് മാത്രമാണോ ഈ ലുക്ക് ഇഷ്ടമല്ലാത്തത്? iPhone 17 ലൈനപ്പിൽ മേജർ റൂമേർഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് പുതിയ 42 മെഗാ പിക്സൽ ടെലി ഫോട്ടോ ക്യാമറ. ഉള്ള 12 മെഗാ പിക്സലിൽ നിന്നും ഒരു അപ്ഗ്രേഡ് ആണ് ഈ 48 മെഗാ പിക്സൽ ടെലി ഫോട്ടോ ക്യാമറ. അതുപോലെ തന്നെ വാരിയബിൾ ഒപ്റ്റിക്കൽ സൂം. ഫ്രണ്ട്ലി ഇപ്പോൾ ഉള്ള പ്രോ ഐഫോൺസിൽ ക്രോപ്പ് സൂമിൻ ആണ്. രണ്ടാമത്തെ റൂമേർഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ആന്റിന റീലൊക്കേഷൻ. iPhone 70 സിഗ്നൽ റിസീവ് ചെയ്യുന്ന ആന്റിന റീപൊസിഷൻ ചെയ്യുന്നതാണ്. ഇതിനൊരു മേജർ റീസൺ ആണ് നേരത്തെ പറഞ്ഞ ക്യാമറ മോഡ്യൂൾസ് പുതിയ രീതിയിലേക്ക് മാറ്റും. സോ അവിടെ ഉണ്ടായിരുന്ന ആന്റിന മാറ്റേണ്ടി വരുന്നതാണ്. ആന്റിന ചേഞ്ച് ചെയ്യുന്നതിലൂടെ ക്യാമറ മോഡ്യൂളിൽ നിന്ന് വരുന്നുള്ള സിഗ്നൽ ഇന്റർഫേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആപ്പിൾ എയിം ചെയ്യുന്നത്. iPhone 17 ലൈനപ്പിൽ ആപ്പിൾ ഗൂഗിളുമായി പാർട്ണർ അപ്പ് ചെയ്യുന്നതാണ് റൂമർ. വേറൊന്നല്ല, ഐഫോണിലെ സിരി വൻ ശോകമാണ്. സോ ഗൂഗിളുമായി പാർട്ണർ അപ്പ് ചെയ്ത് ജെമിനാ യൂസ് ചെയ്തിട്ട് സിരി ബെറ്റർ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് റൂമേഴ്സ്. iPhone 17 വേറെ റൂമറാണ് ആപ്പിൾ മുമ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്ത ടെക് വൂൾവൻ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ അവർ കേസിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. മറ്റൊരു റിലയബിൾ ആയിട്ടുള്ള റൂമറാണ് iPhone 17 പ്രോയും പ്രോ മാക്സിനും പുതിയ മാക്സൈഫ് ഡിസൈൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോഴുള്ള കംപ്ലീറ്റ് സർക്കിളിൽ നിന്ന് ഡിസൈൻ ചെയ്തിട്ടൊരു ഓപ്പൺ സർക്കിൾ ആയിട്ടുള്ള മാക്സൈഫ് ഡിസൈൻ ആയിരിക്കും പ്രോയ്ക്കും പ്രോ മാക്സിനും കിട്ടുന്നത്. 17 ലൈനപ്പിൽ ആപ്പിൾ ലോഗോ ചെറുതായിട്ടൊന്ന് അടിയിലേക്ക് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അടുത്ത ഒരു റൂമേർഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആൻറ്റി റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ പാനൽ കൊണ്ടുവരുന്നതാണ്. അതായത് S25 അൾട്രയിലുള്ള ആൻറ്റി റിഫ്ലക്റ്റീവ് പാനൽ iPhone 17 ലൈനപ്പിലും ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഈ ആൻറ്റി റിഫ്ലക്റ്റീവ് പാനൽ പ്രോ മോഡലിനാണ് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ അടുത്തതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിമോട്ട് ഫീച്ചറാണ് നേറ്റീവ് ആയിട്ടുള്ള പിക്ചർ ഇൻ പിക്ചർ റെക്കോർഡിംഗ്. അതായത് ഫ്രണ്ട് ഫേസിങ് ക്യാമറയും ബാക്ക് ഫേസിങ് ക്യാമറയും കൂടി ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നു. ഇതുവരെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു തേർഡ് പാർട്ടി ആപ്പ് വേണ്ടി വരുന്നു. ഇതേപോലെ തന്നെ വേറൊരു ക്യാമറ ഫീച്ചറും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ക്യാമറയുടെ ഫുൾ കൺട്രോൾ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഡിവിജ്വൽ ആപ്പ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫീച്ചറായിട്ട് അല്ലെങ്കിൽ പ്രോ മോഡ് എന്നൊക്കെ ആയിരിക്കും, അൾട്രാ പ്രോ മോഡ് എന്നൊക്കെ ആയിരിക്കും. ഇതുവരെ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ ഡാവിഞ്ചി റിസോൾട്സിൻ്റെ മാനുഫാക്ചേഴ്സ് ഉണ്ട്, അതായത് ബ്ലാക്ക് മാജിക്, അവരുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് മിക്ക ക്രിയേറ്റേഴ്സും അതായത് സിനിമോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഫുൾ ക്യാമറ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ ഒരു ആപ്പ് വേണ്ടിയിരുന്നു. ബട്ട് ആപ്പിൾ ഇനി മുതൽ അത് നമ്മുടെ നേറ്റീവ് ക്യാമറ ആപ്പിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് റൂമർ. മറ്റൊരു ഗുഡ് റൂമറാണ് ഓൾമോസ്റ്റ് എല്ലാ ഐഫോൺ ലൈനപ്പിലും 12 GB റാം വരുന്നതാണ്. ഐഫോണിൽ ഇനി മുതൽ AI ഫീച്ചർ കൊണ്ടുവരുന്നതാണ് റൂമർ. അതായത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, വലിയ യൂസ് ഒന്നുമില്ല. ആപ്പിളിൻ്റെ AI സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓൺ ഡിവൈസിൽ AI അതായത് LLMs റൺ ചെയ്യുന്നതാണ്. ഈ ഓൺ ഡിവൈസിൽ LLM റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് റാം വേണം. പ്രോ മാക്സിൽ 12 GB കൂടുതലും റാം ഉണ്ടായിരിക്കും. പിന്നെ ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള റൂമർ iPhone 17 പ്രോ മാക്സിന് കുറച്ചുകൂടി വലിയ ലാർജർ ബാറ്ററി കിട്ടുന്നതായിരിക്കും. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ആപ്പിൾ ചിലപ്പോൾ വിളി കേൾക്കും, അതായത് റിവേഴ്സ് വയർലെസ് ചാർജിങ്. ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും, അതായത് S24 അൾട്രയിലുണ്ട്, ബാക്കിയുള്ള എല്ലാ ഫോൺസിലും ഉള്ളൊരു കാര്യമാണ് റിവേഴ്സ് വയർലെസ് ചാർജ്. ഇത് ആപ്പിൾ കൊണ്ടുവരുന്നതാണ് റൂമർ. പിന്നെയുള്ളത് യൂഷ്വൽ കൺഫേംഡ് ആയിട്ടുള്ള റൂമേഴ്സ് ആണ്, അതായത് A90 പ്രോ ചിപ്പ്. ഒക്കെ എല്ലാവർക്കും പറയാം, എല്ലാ കൊല്ലം ആപ്പിൾ പുതിയ ചിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് യൂഷ്വലി പ്രോ ഫോൺസിനായിരിക്കും A90 പ്രോ ചിപ്പ് വരുന്നത്. iPhone 17 പ്രോ മാക്സിനായിരിക്കും. ഓൾദോ TSMCയിൽ നിന്ന് 2 nanometer ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡീൽ ആപ്പിൾ ചെയ്തതെങ്കിലും അത് അടുത്ത ഐഫോണിലേക്ക് iPhone 18 ആദ്യം കൊണ്ടുവരിക 2 nanometer ചിപ്പ്. ഇപ്പോഴുള്ള iPhone 17ലും 17 പ്രോയിലും പുതിയ N3P നോഡിൽ വരുന്ന ചിപ്പായിരിക്കും വരിക. ആൻഡ് iPhone 17 നോൺ പ്രോ മോഡൽസ്, അതായത് iPhone 17 എയർ, ഇതിലെല്ലാം വെറും A19 ചിപ്പായിരിക്കും. യൂഷ്വലി കഴിഞ്ഞ കൊല്ലത്തെ പ്രോ ചിപ്പിൽ കൂടുതൽ എന്തെങ്കിലും തട്ടിമുട്ടി ആക്കിയിട്ട് ഇട്ട് തരും. പിന്നെയുള്ളൊരു കൺഫേംഡ് റൂമർ എന്ന് പറയുന്നത് iPhone 16 ആപ്പിൾ ഒരു പുതിയ മോഡം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു 5G മോഡം. C1 എന്നാണ് ചിപ്പിന്റെ പേര്. C2 അതിന്റെ പുതിയ വേരിയേഷൻ ആയിട്ടുള്ള ചിപ്പായിരിക്കും iPhone 17 അക്രോസ് ദി ലൈനപ്പിൽ യൂസ് ചെയ്യുക. C2 ചിപ്പ് ഇതിനും കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും, ബാറ്ററി ഗെയിൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആ ഇവന്റ് കഴിയുമ്പോൾ നമ്മൾ കൺഫേംഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം ലൈക്കും കമൻറ്റും വ്യൂസും കിട്ടുവാണെങ്കിൽ 17 പ്രോ നമ്മൾ അൺബോക്സ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാത്തിനും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ S24 അൾട്രയുടേതായി ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക.